മൂൺവാക്ക് മൂവിയിലെ ഡയറക്ടർ A.K. വിനോദ്, അദ്ദേഹം ഞങ്ങളുടെ പഴയ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഒരു നിറയെ ഡാൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു. തിരുവനന്തപുരത്തെ പല ഗ്രൂപ്പുമായിട്ടും അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മൂവി എടുക്കണമെന്നുള്ളതിന് മുമ്പ് തന്നെ ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തു. അതിനുശേഷം പ്ലാൻ ചെയ്ത ശേഷം ഞങ്ങളെ പലരെയും അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യിച്ചു. പലരെ കൊണ്ടും കേരളത്തിലെ പല ഭാഗത്തും പല മാസ്റ്റർമാരെയും കണ്ട് ഇന്റർവ്യൂ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ മഞ്ചൂർ ഫുഡ് ട്രിവാൻഡ്രം ഫുഡ് ഹൗസസിന്റെ ഗ്രൂപ്പിലെ പല മാസ്റ്റർമാരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ആ ഡോക്യുമെന്ററി പകരം അദ്ദേഹം അതൊരു സിനിമയാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പം ആ കാലത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന ആ 80s കാലഘട്ടത്തിൽ ഇപ്പൊ എന്റെ ഹെയർ സ്റ്റൈല് ആ സമയത്ത് കുറച്ച് പോപ്പുലർ ആയിരുന്നു. കാരണം കേർലി ഹെയർ തൊപ്പി പോലെ വെക്കുന്ന ഒരു പഴയ രാമൻ ലംബ സ്റ്റൈല്, അതുപോലെ എന്റെ ബ്രദറിന്റെ ഒക്കെ ഹെയർ ലോങ് ഹെയർ, അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പം അതിലെ ആർട്ടിസ്റ്റിനെ എല്ലാം അദ്ദേഹം ഇതേപോലെ തന്നെ നമ്മുടെ രൂപസാദൃശ്യമുള്ള ആൾക്കാരെ എടുക്കുകയും അതേ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്തു. കൂടാതെ നമ്മുടെയൊക്കെ അതിപ്പോൾ ഞങ്ങളുടെ മാത്രം എന്നുള്ളതല്ല, അന്നത്തെ കാലഘട്ടത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഡാൻസ് മാസ്റ്റർമാരുടെയും ലൈഫിൽ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാൻസേഴ്സിനെ ടച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഈ മൂവി എടുത്തത്. പക്ഷെ അത് തിരുവനന്തപുരം ലാംഗ്വേജ് ആയതുകൊണ്ടും തിരുവനന്തപുരത്തുകാരുടെ ഒരു എന്താ പറയുക അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ആയതുകൊണ്ടും അത് ടോട്ടലി നമ്മുടെ പേരിലോട്ടങ്ങ് മാറി എന്നുള്ളതാണ്. ആക്ച്വലി അതിനകത്ത് എല്ലാവർക്കും കണക്ട് ചെയ്യുന്നതാണ്. അത് കേരളത്തിന്റെ പല ഭാഗത്തുള്ള മാസ്റ്റർമാർക്കും കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി തിരുവനന്തപുരം എന്നുള്ള ബേസ് കഥ എല്ലാം വന്നതുകൊണ്ട് ഇപ്പം തിരുവനന്തപുരത്തിലെ കുറെ മാസ്റ്റർമാർ, ടോമുണ്ട്, ഒരു ടോം ആന്റണി ഉണ്ട്, പിന്നെ ഒരു അജിത് നാഥ്, അനീഷ് നാഥ് ഉണ്ട്, പിന്നെ കുറെ പേര്. അതുപോലെ നമുക്ക് ഒരു റാപ്പ് പ്രൊഡ്യൂസർ രാജേഷ് ഉണ്ട്, നിറയെ മാസ്റ്റർമാരിട്ട് വേണം. പിന്നെ അവർക്കൊക്കെ തോന്നാം ഇത് എന്റേതല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടേതല്ലേ എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാവാം. പക്ഷെ അങ്ങനെയാണ് ആ മൂവി നമ്മുടെ പേര് വന്നത് തന്നെ. ഇപ്പോഴത്തെ വീഡിയോ ട്രെൻഡ് ആയതിന്റെ പുറകില് ഞങ്ങൾ അതിനു വേണ്ടി മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഷൂട്ട് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ നമ്മളൊരു പാട്ട് പോലും സെലക്ട് ചെയ്യുന്നത് അത് തിരുവനന്തപുരത്ത് മാനവീയൻ റോഡിൽ വെച്ച് ചെയ്യുകയും ഞാൻ എൻ്റെ ബ്രദർ ഇപ്പൊ രണ്ടുപേര് ഇപ്പം അടുത്തില്ല, അങ്ങനെ നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് ചെയ്ത സാധനം അത് എടുത്തത് വന്നത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം ഒരു പത്രത്തിന് വേണ്ടി, ഹിന്ദു പത്രത്തിന് വേണ്ടി എടുത്തത്. അദ്ദേഹം എടുത്തതിന് ശേഷം അത് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇടുകയായിരുന്നു. അത് പെട്ടെന്ന് ഒരു 1.5 ദിവസം 2 ദിവസത്തിനകത്ത് തന്നെ കൊണ്ടങ്ങ് വൈറലായി എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം. കാര്യം എനിക്ക് വരുന്ന കോൾസ് അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ബ്രദറിന് വരുന്ന കോൾസ് അല്ലെങ്കിൽ കമന്റ്സ്, ഞങ്ങൾക്ക് വരുന്ന നിറയെ ഓപ്പർച്യൂണിറ്റീസ്, സുഖാന്വേഷണങ്ങൾ, പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുക, ഭയങ്കരമായിട്ട്. എനിക്ക് തോന്നുന്നു ബോംബെയിലെ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് തന്നെ ജാവേദ് ജാഫറുടെ കാസറ്റൊക്കെ ഇട്ട് അതിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് മൊമെന്റ്സ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആ അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു സ്മരണീയം എന്നോട് പറയുന്ന പോലെ. കാരണം നിറയെ ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 8.3 എന്തോ മില്യൺസ് ആയി കഴിഞ്ഞു. അത് കൂടാതെ പല ചാനലുകളിലും പല ഇതിലും ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ കാറ്റഗറി വിഭാഗപ്പെട്ട ആൾക്കാരിലോട്ടും ഇത് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പോലും അറിയത്തില്ല. അത്ര മാത്രം നല്ല കമന്റ്സുകളും സ്നേഹാന്വേഷണങ്ങളും വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എൻ്റെ പേര് സജീഷ് എന്നാണ്. ആ വൈറൽ വീഡിയോയിൽ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടനാണ് ബാബു സാറ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി, അതായത് ഇപ്പോഴത്തെ +2 ആ കാലഘട്ടം തൊട്ട് ഞാൻ ഈ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയതാണ്. ഡിഗ്രി സമയമായപ്പോഴത്തേക്കും ഡാൻസിലേക്ക് ഫുള്ളായിട്ട് വീണ് കഴിഞ്ഞു. അതുകൊണ്ട് ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർട്സ് കോളേജിൽ നേരെ ഓപ്പോസിറ്റുള്ള ഒരു റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളുടെ പ്രാക്ടീസ് ആരംഭിച്ചത്. അന്ന് കുറച്ച് ആർട്സ് കോളേജ് പഠിക്കുന്ന കുറച്ച് പേര്, അതായത് പപ്പൻ, പത്മകുമാർ, പ്രവീണ്, റിയാസ്, അജിത്ത്, ബാബുചേട്ടൻ, അതുപോലെ ഞാൻ, ഇങ്ങനെ ഞങ്ങളൊരു 6-7 പേരാണ് അവിടെ പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഞാൻ ജസ്റ്റ് കുറച്ച് മൂമെന്റ്സ്, കാരണം ഞാൻ ആ സമയത്ത് ഇവരോട് ജോയിൻ ചെയ്തിട്ട്, അപ്പോൾ ഇവർ ഓൾറെഡി പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു. ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ അവരോടൊപ്പം ചേർന്നു. ആദ്യമായിട്ട് പെരിങ്ങമല എന്നൊരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തു. എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ സ്റ്റേജ്, പെരിങ്ങമല. അവിടെ പ്രോഗ്രാം ചെയ്തു. അന്ന് അവിടെ അത്യാവശ്യം സക്സസ് ആയി ആ പ്രോഗ്രാം. അപ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാർ ഞങ്ങളോട് ഇനിയും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൂടി, പ്രൊഫഷണലായിട്ട് ടീം ആയിക്കൂടി എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ട്രൂപ്പായി മാറിയത്. ശരിക്കും ഫുഡ് ലൂസേഴ്സ് ഉള്ള പേരൊക്കെ സ്വീകരിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ആക്ച്വലി തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഫുള്ളായിട്ട് ഞങ്ങൾ ഡാൻസിനകത്തായി. അപ്പോൾ ആ സമയത്ത് അക്രോബാറ്റിക്സും ഈ ഡാൻസും എല്ലാം കൂടെ ഞങ്ങൾ മിക്സപ്പ് ചെയ്ത് ഒരു ഞങ്ങളുടേതായ ഒരു വേർഷൻ ഞങ്ങൾ പുറത്തിറക്കി. അത് ബ്രേക്ക് ഡാൻസിൻ്റെ വേറൊരു വേർഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റിയൽ ബ്രേക്ക് ഡാൻസ് പഠിക്കാനുള്ള അവസരം കിട്ടി ഒരു കാസറ്റ് വഴി.
അങ്ങനെ പ്യുവർ ബ്രേക്ക് ഡാൻസ് ഞങ്ങൾ പഠിച്ചു. അപ്പോൾ അത് നമ്മുടെ പ്രോഗ്രാമിലും ഞങ്ങളുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിലൊക്കെ പകർത്താനും പറ്റി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഡാൻസിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. പിന്നെ അത് കുറേ കാലം ഞങ്ങളത് കേരളത്തിൽ ഞങ്ങളത് നമ്പർ 1 ആയിട്ട് തന്നെ പൊക്കോണ്ടിരുന്നു. കുറേ കാലത്തേക്ക് ബ്രേക്ക് ഡാൻസിൻ്റെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിയൽ ബ്രേക്ക് ഡാൻസ്. ആ സമയത്ത് പല ട്രൂപ്പുകളും, ഞങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ പല ട്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പിൻഡിൽസ്, ബൂമേഴ്സ്, അതേപോലെ കൊച്ചിയിലൊക്കെ വേറെ 2-3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷെൽട്ടൻ്റെ സിറ്റി ബോയ്സ് തൃശ്ശൂരിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ട്രൂപ്പുകൾ വേറെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെയൊക്കെ ശൈലികൾ വ്യത്യാസമായിരുന്നു. ട്രിവാൻഡ്രത്തിന് ഒരു ശൈലി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബ്രേക്ക് ഡാൻസിന് പ്രത്യേക ഒരു ശൈലിയായിരുന്നു. ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസസ് ഒക്കെ. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി ഡാൻസേഴ്സ്. അവരൊക്കെ അവരുടെ ട്രൂപ്പിലേക്ക് അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓൾ ഓവർ കേരള ഞങ്ങളുടെ ഒത്തിരി സ്റ്റുഡൻസ് ബ്രേക്ക് ഡാൻസ് വഴി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കാലയളവിൽ. അതോടൊപ്പം ഞങ്ങൾ കുറേ സ്കൂൾസിലൊക്കെ ഇപ്പം റീസെൻ്റ്ലി സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു 5-ാമത്തെ തലമുറയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഫുഡ് ലൂസേഴ്സിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആൾക്കാർ അവർ പല ജോലിയും കാര്യങ്ങളിലേക്ക് പോയപ്പോൾ അടുത്ത ടീം വന്നു. അങ്ങനെ ഒരു തലമുറ കഴിഞ്ഞ് വരെയാണ് ഞങ്ങൾ അവരോടൊപ്പം അന്നും ഇന്നും അവരെ ഇൻസ്പയർ ചെയ്യാനും അവരോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഞങ്ങൾ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം സ്വപ്നതുല്യമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാരണം അത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം പ്രതീക്ഷിക്കാതെ ഒരു 100 കോടി ലോട്ടറി അടിച്ചൊരു ഫീലാണ് മനസ്സിലാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു സീക്വൻസ് മാനവീയ നഗറിൽ അവിടുത്തെ സ്ട്രീറ്റിൽ ചെറുതായിട്ട് ചെയ്ത ഒരു ചെറിയൊരു 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള ഒരു സീക്വൻസ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വൈറലായത്. അത് വൈറലാക്കിയ എല്ലാ പ്രേക്ഷകരോടും നമ്മളെ ഇതിനകത്തുള്ള ഞങ്ങളുടെ ഇൻസ്റ്റയിലും എല്ലാ കൂട്ടുകാരോടും ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു അതിന്. കാരണം ഇപ്പോഴും പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് ശരിക്കും, മാനസികമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ളവരും ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ളത് വൈറലായിട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഇത്രയും ദിവസവും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നിലം തൊടാൻ പറ്റിയിട്ടില്ലെന്നാണ് സത്യം പറയാം. കാരണം എല്ലാ ദിവസവും ഞങ്ങളെ ആൾക്കാർ വിളിച്ച് കാണുന്നു, വിളിക്കുന്നു, ചാനൽസിൻ്റെ ഇൻ്റർവ്യൂസ്, ബാക്കി കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഒരു വലിയ ഇൻസ്പിറേഷനായി ആ വൈറലായ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇനി അത് എന്തായാലും ഞങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരു ഫുഡ് ലോസസിൽ വന്നിട്ട് ഒരു 15 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ എൻ്റെ ബ്രദർ ജിനു വഴിയാണ് ഞാൻ ഫുഡ് ലോസസ് വന്നത്. അപ്പോൾ അതിന് മുമ്പേ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, സൺസിഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നമുക്ക് ബാബുമാഷിൻ്റെ ഒരു ശിഷ്യനാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ വെച്ച് നന്നായിട്ട് ബ്രേക്ക് ചെയ്യും. പിന്നെ ബാബുമാഷിൻ്റെ ഒരു മാസ്റ്റർ പീസായ ഒരു വേവ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ ബാബു എന്നൊരാളുണ്ട്, പുള്ളിയുടെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ബാബു മാസ്റ്ററിൻ്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ പുള്ളിയെ നേരിട്ട് കാണണം, അവിടെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇങ്ങനെ നടന്നിരുന്ന സമയത്താണ് ഒരു കോമ്പറ്റീഷൻ വെച്ച് ബാബുമാഷ് ജഡ്ജായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ബാബുമാഷിനെ കാണുന്നത്. അപ്പോൾ ബാബുമാഷ് ഞാൻ ചെയ്തൊരു സാധനം അവിടെ വെച്ച് കറക്റ്റ് ചെയ്ത് തന്നു. അപ്പം അന്നാണ് റിയലായിട്ട് ബാബുമാഷ് എന്താണെന്നും അവിടെ വെച്ച് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സജീഷ് മാസ്റ്റർ ബ്രദർ ഉണ്ടെന്നും പുള്ളി അക്രോബാറ്റിക്സ് ചെയ്യും, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസ് സ്കൂള് ഒരു ചെറിയ സാങ്കേതിക കാരണം നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ വഴി ഞാൻ നേരെ ഫുഡ് ലൂസസിൽ വരെയായിരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് ഞാനായി തീർന്നത്. എന്താണ് ഡാൻസ് എന്നും അല്ലെങ്കിൽ എങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യണം, ഒരു ഡാൻസിലൂടെ എങ്ങനെ പോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്നെല്ലാം പഠിച്ചതും ഇപ്പം നിൽക്കുന്നതും ഫുഡ് ലൂസസിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പം എന്തൊക്കെ വേണം, എന്തൊക്കെ സാധനം വേണം, നമ്മൾ ഏത് സോങ് എടുക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് ഗൈഡ് ചെയ്ത് തന്നത് സജീഷ് മാസ്റ്ററാണ്. മാഷിൻ്റെ കൂടെ കുറേ കാലം അസിസ്റ്റൻ്റായിട്ട് പോയി. അപ്പോൾ മാഷ് തന്നെ പറഞ്ഞു തന്നു ഇങ്ങനെ ചെയ്യണം, നമ്മളൊരു പാട്ടെടുക്കുമ്പം ആദ്യം കേട്ട് കഴിഞ്ഞിട്ട് അതിലൊരു ഐഡിയ കൊണ്ടുവരിക, എന്നിട്ട് ഇതിൻ്റെ ഫുൾ സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ അറേഞ്ച് ചെയ്യണം എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ബാബു മാസ്റ്റർ നമുക്ക് ആദ്യം മുതൽ തുടക്കം മുതൽ ഞാൻ അവിടെ വന്ന കാലം മുതൽ ഇപ്പം മാസ്റ്റർ ആയിട്ടല്ല ഒരു ബ്രദറായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മളെ ഗൈഡ് ചെയ്യുന്നതും അങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം എല്ലാവരെയും നോക്കും. അപ്പം മാഷ് എന്ന് വെച്ചാൽ സൈഡിൽ നോക്കിയിട്ട് പറയും ഇത് കറക്റ്റ് ആയില്ല, കുറച്ചുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ചുകൂടി അടുത്ത സ്റ്റൈലിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്യുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പറഞ്ഞ് വളർന്ന് ഏറ്റവും ഇപ്പം നന്നായിട്ട് ഒരു ഡാൻസ് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂള്, കോളേജ്, ഇപ്പോൾ ഫിലിം ആയാലും സീരിയൽസ് ആയാലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി തന്നത് ഫുഡ് ലൂസസിൽ നിന്നാണ്. കാരണം അത് മാത്രമല്ല, ഫുഡ് ലൂസസിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതിൻ്റെ ഒരു ഡാൻസ് മൂവ്മെന്റ്സ് ഇതെല്ലാം നമുക്ക് പുറത്തു പോയി ചെയ്യുമ്പം അവർ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്.
അവർ കാണുമ്പോൾ ചോദിക്കും ഇത് ഫുഡ് ലൂസേഴ്സിൽ നിന്ന് പഠിച്ചതല്ലേ, അല്ലെങ്കിൽ ഫുഡ് ലൂസേഴ്സിന്റെ ആളല്ലേ എന്ന് ചോദിക്കും. കാരണം അങ്ങനെ ഒരു സ്റ്റെപ്സിന്റെ ഒരു ക്വാളിറ്റി തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി മൈൻഡ് വളർത്തി തന്നിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് സജീഷ് മാസ്റ്ററാണ്. മാഷിനോട് അസിസ്റ്റന്റ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പം നമ്മളിപ്പം ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ അസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും എന്താണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഒരു പാട്ട് കിട്ടി ഏത് തരത്തിൽ ചെയ്യണം. അത് മാഷിന്റെ കൂടെ പോയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ പുള്ളി എഴുതി തരും, ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സമയത്ത് കേട്ട് നോക്കുക, കേട്ട ശേഷം നിങ്ങൾ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നോക്കുക പറയും. എന്നിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റെഫറൻസിന് യൂട്യൂബ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ട് അത് നമ്മുടെ സ്റ്റൈലിലാക്കി ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്, ആ സ്റ്റൈൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഏറ്റവും കൂടുതൽ ഫുഡ് ലൂസേഴ്സ് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ശിവകുമാർ. ഞാൻ ഒരു വഞ്ചൂർ സ്വദേശി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് അടുത്താണ്. അപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുഡ് ലൂസേഴ്സ് ഇങ്ങനെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലും കുറെ ഡാൻസ് ഇങ്ങനെ ഞാൻ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ പലരും നമ്മുടെ സീനിയേഴ്സ് തന്നെ പറയുന്നുണ്ട് അത് ഫുഡ് ലൂസേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഡാൻസിനോടൊരു ആരാധന, കാരണം എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ചെന്ന് പെട്ടതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഭാഗ്യം എന്ന് പറയാം. ഞാൻ ആ ക്ലാസ്സിന്റെ താഴെ അതിന്റെ തൊട്ടടുത്താണ് എൻ്റെ വീടെങ്കിലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഞാനത് ശ്രദ്ധിച്ചു. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് എപ്പോഴും ഈ കൗണ്ടിങ്ങും പാട്ടുകളും എല്ലാം കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരിക്കൽ എന്താണ് അവിടെ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ അമ്മയോട് പറയുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഡാൻസ് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞ് കൊണ്ടാക്കിയതാണ് ക്ലാസ്സിൽ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ എത്തിപ്പെട്ടത് ഒരു പുലിമടയിലാണെന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ ഉള്ളതെല്ലാം പുലികളും ചെങ്കീരികളും ആയിരുന്നുകൊണ്ട് വളരെ അന്ന് ആ സമയത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രൂപ്പിനോട് കൂടി എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ 5ാം ക്ലാസ്സിലാണ് ഫുഡ് ലൂസേഴ്സിൽ എത്തിപ്പെടുന്നത്. അന്ന് മുതൽ റോ ജൂനിയർ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു, അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒരു ജൂനിയർ ടീമിലേക്ക് ജോയിൻ ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. അതിനുവേണ്ടി മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മാസ്റ്റേഴ്സാണ്. പിന്നെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന കുറെ സീനിയേഴ്സ്, അവരും എനിക്ക് ഒരുപാട് ഐഡിയാസ് തന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് ഞാൻ മാറി. പിന്നെ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് തന്നെയാണ് ഒരു പാഷൻ, ഒരു ആഗ്രഹം എന്നുള്ളൊരു ഇത് എൻ്റെ മൈൻഡിലേക്ക് വരികയാണ്. പിന്നെ ട്രൂപ്പ് മെമ്പറായി, ആ ട്രൂപ്പിൽ തന്നെ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ ഒരുപാട് എക്സ്പീരിയൻസ്, കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മുടെ ഓരോ പെർഫോമൻസ് ആണെങ്കിലും നമുക്ക് ഓരോ വാശിയായി നമുക്ക് ആ ഓരോ സ്റ്റെപ്സ് പഠിച്ചെടുക്കാനും, നമ്മുടെ മാസ്റ്റർ നമുക്കൊരു സ്റ്റെപ്പ് പറഞ്ഞു തരുമ്പോൾ അത് എങ്ങനെ മാക്സിമം സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാം, എങ്ങനെ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തി അവരിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ എങ്ങനെ വാങ്ങാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ബാബുമാഷും സതീഷ് മാഷും തന്നെയാണ്. അവരുടെ സ്റ്റൈലും അവരുടെ പിന്നെ ഒരുപാട് റെഫറൻസ് ആയിട്ട് അവരുടെ പഴയ വീഡിയോസ്, ഞാൻ അന്ന് വീഡിയോസ് കിട്ടാൻ പാടെന്ന് വെച്ചാൽ അത്ര പഴയ കാലമല്ല, എന്നാലും ഈ വീഡിയോസ് ഒക്കെ എടുത്ത് ഒന്ന് പഠിക്കാനായിട്ട് റെഫറൻസിന് വേണ്ടി മാഷിനോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മാഷ് എനിക്കൊരു ആ ഒരു സ്റ്റെപ്പ് എനിക്ക് പഠിക്കണം. അതിന് ഫോർ എക്സാമ്പിൾ ഒരു അക്രോബറ്റിക്സ് ആണെങ്കിൽ തന്നെയും നമുക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പല പ്രാവശ്യം അവർ പറഞ്ഞു തരും. 100 പ്രാവശ്യം പറഞ്ഞു തന്നാലും ഇതുവരെ ഒന്നും തെറ്റിക്കാതെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു മുഷിപ്പും കൂടാതെ 101ാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു തരും, നമ്മളെ ട്രെയിൻ ചെയ്യിക്കും. നീ അങ്ങനെയല്ല, അത് ഇങ്ങനെ ചെയ്യണം, എങ്കിലേ അത് പെർഫെക്ഷനിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞു ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയതാണ്. ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിനിയും അങ്ങനെ തന്നെ നല്ലൊരു ഇതോടുകൂടി ഇപ്പൊ ഈ കിട്ടിയ ഒരു ബ്രേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആവട്ടെ എന്നൊരു വളരെ വലിയൊരു ആശംസയാണ്. പിന്നെ ഒരു സന്തോഷവും കൂടെ ഉണ്ട്, കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചെത്തും. നമ്മൾ എന്തൊരു വിതച്ചിട്ടുണ്ടോ അത് നാളെ മുളച്ച് വലിയൊരു മരമാവും എന്നുള്ളൊരു വിശ്വാസം, അതിന്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ. ഞങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ ഗേൾസ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഗേൾസ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അയക്കത്തില്ല, ഒന്നാമത്. രണ്ടാമത് സമൂഹം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു അന്ന്. ഈ കോളേജ് സമയങ്ങളിൽ കോളേജിന് ഉച്ചശേഷമുള്ള സമയം കണ്ടെത്തിയാണ് പെൺകുട്ടികളെ പഠിക്കാൻ വരുന്നത്. അന്ന് ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു അഡ്വക്കേറ്റുമാർ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്കൂളായിട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടെയുള്ള ഏതോ ഏത് അഡ്വക്കേറ്റാന്ന് തോന്നുന്നു, അവിടെ നിറയെ പെൺപിള്ളേർ വരുന്നുണ്ട്. അവിടെ എന്താ ശബ്ദം കേൾക്കുന്നു, ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അന്ന് അവിടുത്തെ ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചു. ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന പോലെ സംസാരിക്കുകയും എന്നിട്ട് അവിടെ ഇന്ന് പഠിപ്പിച്ച് എന്താണ് കാണിക്കുക എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി അതൊരു വലിയ
വിഷമം. കാരണം പേടിയും നമുക്കത് പോലീസ് വന്നാൽ ഭയങ്കര ഭയമായിരുന്നു. കാരണം അന്ന് അറിയാലോ സ്റ്റേജ് അതിനകത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് വരട്ടി. ഇനി ഇവിടെ കളക്ടറേറ്റുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ കുറേ സംഭവം പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇനി പെമ്പിളരെ പഠിപ്പിക്കുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, പിന്നെ ഡാൻസ് ക്ലാസ്സൊക്കെ ഞങ്ങൾ വെച്ച് കൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി. എങ്കിലും അതിനുശേഷം ഒരു 4-5 വർഷം കഴിഞ്ഞ് ഞങ്ങളൊരു എനിക്ക് തന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിന് ഞാൻ ഗസ്റ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ സിനിമയൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഹൈവേ, കുറ്റപത്രം പോലുള്ള സിനിമകളിലൊക്കെ വന്നപ്പോൾ അതിൽ ഞങ്ങളാണ് കൊറിയോഗ്രാഫി ചെയ്തിരുന്നത്. ആ സിനിമ വന്നതിന് ശേഷം അന്ന് അവിടെ സ്റ്റേജിലിരുന്ന 3 ഗസ്റ്റിൽ ഒന്ന് ഞാനും ഒന്ന് എന്നെ പണ്ട് വഴക്ക് പറഞ്ഞ് വരട്ടിയ ആ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പം വരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അതൊരു എന്താ പറയുക, അന്നൊരു വിഷമവും സന്തോഷവും കൂടെ ചേർന്ന ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് ഒരു ഞാനൊരു 28 ഇയേഴ്സ് മുമ്പേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ വലത് കാലിൻ്റെ ബോണ് പൊട്ടി. അതൊരു കുറേ കാലം, എനിക്കൊന്ന് 6 വർഷത്തോളം ഞാൻ കാലിനകത്ത് കമ്പി ഇട്ടിരുന്നു. അപ്പോൾ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ബൈക്ക് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട്, അത് കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ അത് പിന്നെ മാറി. എന്നാലും അങ്ങനെ കുറേ വിഷമങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. സന്തോഷകരമായിട്ടും നിറയെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും കിട്ടാത്ത അവസരങ്ങളായിരുന്നു. തിരുവനന്തപുരത്തുള്ളവർക്ക് തിരുവനന്തപുരം വിട്ടൊരു പ്രോഗ്രാം കിട്ടുക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രോഗ്രാം കിട്ടുന്നില്ല. അതിനകത്ത് ആ കാലം അതിന് വെളിയിൽ ഇപ്പോൾ എറണാകുളത്തിൻ്റെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ പ്രോഗ്രാം, അങ്ങനെ ആർക്കും പ്രോഗ്രാം കിട്ടാത്ത സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഊട്ടിയിൽ ന്യൂ ഇയറിന് ഒരേ നൈറ്റ് തന്നെ 3 അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ പ്രോഗ്രാം കിട്ടും. അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അവിസ്മരണീയമായിരുന്നു. അന്നത്തെ ടീമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളെ വിട്ടുപിരിഞ്ഞ മിസ്റ്റർ അയ്യപ്പൻ ഫുട്ലൂസറിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായ ഒരു പുള്ളിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗവും നമുക്കൊരു ഏറ്റവും വലിയ നഷ്ടമാണ്. പക്ഷെ അന്ന് അദ്ദേഹം നമ്മുടെ കൂടെയുള്ള സമയത്ത് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ഫുട്ലൂസേഴ്സ് സന്തോഷമായിട്ട് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യുകയും നിരവധി മുഹൂർത്തങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടെയുള്ളവരുടെ നിറയെ പേര് അങ്ങനെ സ്ട്രഗിൾ ചെയ്തും എന്താ പറയുക സന്തോഷിച്ചും വിഷമിച്ചും തന്നെയാണ് ഞങ്ങൾ ഈ ഏകദേശം 40 വർഷമാകാറായി ഇങ്ങനെ വന്നത്. ഞങ്ങളുടെ ഈ ഫുഡ് ലൂസേഴ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യം പറഞ്ഞ വിഷമങ്ങളും അതിനേക്കാളേറെ സന്തോഷങ്ങളായിരുന്നു. സത്യം വിഷമിക്കേണ്ട കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തുടക്കകാലത്ത് ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തായിരുന്നു. ആ സമയത്ത് ഒത്തിരി പ്രോഗ്രാം വൈസിലായാലും അല്ലാതെ പേഴ്സണൽ ലൈഫിലായാലും ഒക്കെ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്നും വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ ഫാമിലി സൈഡിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും വലിയ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. അപ്പം എന്നാലും ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്പിരിറ്റ് കൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് മാക്സിമം കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രോഗ്രാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് പ്രോഗ്രാം എന്ന പെരിങ്ങമല പ്രോഗ്രാമാണ്. അന്ന് ഒരു വിഷമത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പെരിങ്ങമല പോകാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഒരു കാറ് കാത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നു. ഞങ്ങളുടെ കൺമുന്നിൽ വേറൊരു കാറ് വന്ന് ജസ്റ്റ് വളയാൻ കഴിയാതെ ചെന്ന് നേരെ ഒരു ബസ്സിൽ പോയി ഇടിച്ചിട്ട് അതിനകത്ത് ഫുൾ ലോഡഡായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. കൊച്ചു കുട്ടികളടക്കം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം ഫുൾ ബ്ലഡും ആകെ ഒരു വല്ലാത്തൊരു സീൻ. നമ്മൾ തുടക്കം ഒരു രക്തത്തോട് കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ശരിക്കും. അതൊരു വല്ലാത്തൊരു സീനാണ്. അത് ഓർമ്മയുണ്ട്. കാരണം അത് ഭയങ്കര ഒരു പ്രശ്നമുള്ളത്. നമ്മളൊക്കെ തന്നെയാണ് ഓടിച്ചെന്നവരെ ഹെൽപ്പ് ചെയ്യാൻ പോയതൊക്കെ. എല്ലാവരും നമ്മുടെ ഡ്രസ്സിലൊക്കെ ബ്ലഡൊക്കെ ആയി ആകെ ഇതായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ പോയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് എല്ലാവരും മൂടോട്ടായിരുന്നു. പിന്നെ വണ്ടിക്കകത്തിരുന്ന് അങ്ങോട്ടോട്ട് ഇത് അത് മറക്കുന്നൊക്കെ അങ്ങോട്ടോട്ട് പറഞ്ഞ് അങ്ങോട്ടോട്ട് സമാധാനിപ്പിച്ച് ചെന്നാണ് ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാം ചെയ്തത്. പക്ഷെ പ്രോഗ്രാം ഭയങ്കര സക്സസ് ആയിരുന്നു. അതിൻ്റെ എമൗണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തെ എമൗണ്ട് ആയിരുന്നു. 60 രൂപയും ചപ്പാത്തിയൊക്കെ ആയിരുന്നു അന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ ഒരു പക്ഷേ രസം. പിന്നെ കാലങ്ങളിൽ ഞങ്ങളത് ആലോചിക്കുമ്പോൾ അതൊക്കെ രസമായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കോവളത്ത് ഒരു ന്യൂ ഇയർ പ്രോഗ്രാം കോവളത്ത് കിട്ടിയപ്പോൾ അതൊരു ചെറിയ ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവമാണ്. കോവളത്തൊരു അവിടുത്തെ നല്ലൊരു ഹോട്ടലിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം കിട്ടി. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ ആദ്യമായിട്ടൊരു പ്രോഗ്രാം കിട്ടി. അപ്പോൾ അവർ ഞങ്ങൾക്ക് 500 രൂപയായിരുന്നു അന്ന് പ്രോമിസ് ചെയ്തത്. 500 രൂപ. അന്ന് ഞങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ആസിഡ് വാഷ് പാൻറ്റും ചുവപ്പ് ടീഷർട്ടും ഒക്കെ വാങ്ങി എല്ലാവരും ഒരേപോലെ യൂണിഫോം. അതുവരെ യൂണിഫോം നമുക്കങ്ങനെ യൂണിഫോം ഇല്ല. നമ്മൾ വെള്ള ഷർട്ട് കറുത്ത പാൻറ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ ചെയ്തിട്ടുണ്ട്. അന്നാണ് ആദ്യമൊരു യൂണിഫോം തയ്യാറാക്കി ഞങ്ങൾ കോവളത്ത് പോയി ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വലിയൊരു ഫോൾട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഉണ്ട്, പക്ഷെ അവിടെ അത് കഴിഞ്ഞിട്ട് റോക്ക് ബാൻഡിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. അവരുടെ സൗണ്ട് സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഞങ്ങൾക്ക് അത് തരില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പ്രാക്ടീസിന് കൊണ്ട് ചെറിയൊരു ടേപ്പ് റെക്കോർഡർ എടുത്ത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്, ചെറിയൊരു സ്റ്റേജാണ്, അവിടെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ അതിൽ പ്ലേ ചെയ്തു. പക്ഷേ അതിൽ പ്ലേ ചെയ്ത് ഡാൻസ് ചെയ്തപ്പം ഓഡിയൻസിന് പാട്ട് നേരവണ്ണം കേൾക്കാൻ പറ്റുന്നില്ല. ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതിലാരോ പോയി കംപ്ലയിൻറ്റ് ചെയ്തു, സംഘാടകരുടെ കംപ്ലയിൻറ്റ്. അന്ന് ഞങ്ങൾ 2 ഡാൻസ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഡാൻസിൻ്റെ പകുതി, രണ്ടാമത്തെ ഡാൻസിൻ്റെ പകുതിയായപ്പോൾ വന്ന് പറഞ്ഞ് മതി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ഒന്ന് വേണ്ടവരുണ്ട്. ഞാനും അനിൽ ബോസും കൂടെ, എൻ്റെ ഫ്രണ്ട് നമ്മുടെ ഡാൻസിലുണ്ട് അനിൽ ബോസും കൂടെ
ഒരു ഡബിൾസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അവർ വന്നിട്ട് അവർ അങ്ങനെ അത് ശബ്ദം വെളിയിൽ അധികം കേൾക്കാൻ വഴിയില്ല. കേൾക്കുന്നില്ല ശബ്ദം. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഫീൽ. നമ്മൾ ആ റോക്ക് ബാൻഡിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ സൗണ്ട് സിസ്റ്റം ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ഹയർ ചെയ്യാൻ പറ്റും, പക്ഷെ അവരൊന്നും സമ്മതിച്ചില്ല. അത് കാരണം ഒരു വിഷമമുള്ള, അതൊക്കെ ഒരു വിഷമമാണ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ അത് ഓർക്കുന്നുണ്ടെങ്കിൽ അന്ന് എന്തുമാത്രം മനസ്സിനകത്ത് ഇമ്പാക്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ സന്തോഷകരമായിട്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് സന്തോഷം. കാരണം എനിക്ക് ഫസ്റ്റ് ബ്രേക്ക് ഡാൻസ് ഓൾ കേരള ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇറങ്ങിയാൽ തന്നെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഇറങ്ങി, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടി. ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഒക്കെ നടന്ന കോമ്പറ്റീഷനിലൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടി. നമ്മുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് കിട്ടി. ഓൾ കേരള ചാമ്പ്യൻഷിപ്പ്, അതായത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രിവാൻഡ്രത്തിന് കിട്ടി. അപ്പോൾ അങ്ങനെ കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ട്. അതോടൊപ്പം എന്നെ ലണ്ടനിൽ എനിക്ക് പോകാൻ കഴിഞ്ഞു. എൻ്റെ ഡാൻസ് കൊണ്ട് തന്നെയാണ്. കാരണം അവിചാരിതമായിട്ടൊരു വ്യക്തി എന്നെ കണ്ടിട്ട് പുള്ളി എൻ്റെ ഡാൻസിന് ഇഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോ എടുത്തു. പുള്ളിക്കാരൻ ആക്ച്വലി ഒരു വലിയൊരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു, ഡാൻസ് കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജയചന്ദ്രൻ പാലാഴി എന്നായിരുന്നു. നമ്മൾ ജയ എന്ന സ്നേഹത്തോട് വിളിക്കുന്ന പുള്ളിക്കാരൻ എന്നെ സെലക്ട് ചെയ്തു. പുള്ളി എന്നെ ലണ്ടനിൽ കൊണ്ടുപോയി. 4 മാസം ലണ്ടനിൽ മൊത്തം എനിക്ക് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം ചെയ്യാൻ പറ്റി. 16ഓളം പ്രോഗ്രാം ലണ്ടനിൽ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് ഇയറും എന്നെ പുള്ളി സെലക്ട് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്ന് എൻ്റെ ഇവിടുത്തെ സമൂഹം, നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് അന്ന് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതും എനിക്കൊരു നഷ്ടമാണ് സത്യം. അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പുള്ളിക്കാരനായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിച്ച് എനിക്കിപ്പോഴും ഫോറിൻ കൺട്രികളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഗൾഫ് ഷോസ് ഞാൻ സ്റ്റാർസിൻ്റെ കൂടെയൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല അനുഭവങ്ങളാണ് എനിക്ക് വന്നത്. വേറെ പ്രത്യേകിച്ച് ഇതുവരെയും ഞാൻ ജീവിച്ചത് ഡാൻസ് കൊണ്ട് തന്നെയാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, വളർന്ന് പന്തലിച്ച 2 പിള്ളേരാണ്. അവർ ജോലിയൊക്കെ ആയി, ഒരാൾ പഠിക്കുന്നു. അവരെ ഈ കാലഘട്ടം വരെയും എനിക്ക് എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഈ ഡാൻസ് എന്നുള്ള ഒരൊറ്റ കലയിൽ നിന്ന് തന്നെയാണ്. അത് ജോലിയായിട്ട് ഞാൻ സ്വീകരിച്ചു. അതിൽ നിന്നുള്ള ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ച് ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുവരെ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും ഞാൻ വേറൊരു ജോലിക്ക് പോകാൻ സാധ്യതയൊന്നുമില്ല. ഈ ജോലി തന്നെയാണ് എൻ്റെ അവസാനം വരെ. അതുകൊണ്ട് ഞാനതിൽ വളരെ സാറ്റിസ്ഫൈഡ്. എൻ്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ദുഃഖത്തിനെക്കാട്ടിയും കൂടുതൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഇപ്പോൾ ഈ സന്തോഷവും വിഷമവും പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ച് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലുള്ള ഒരു കഥ, അതായത് കുറച്ച് പേർക്ക് സംഭവിച്ച കഥ. ഇതേപോലുള്ള ഒരു സംഭവം ഞങ്ങളുടെ ഫുഡ് ലൂസേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെയാണത്. 21 പേര് ചേർന്ന ഒരു തമിഴ്നാടിൻ്റെ ഒരു മലയോരത്തിലെ ഒരു ടൂറ് പോയ സമയത്ത് ആ ഏരിയയിൽ വന്ന് ആ ഏരിയ, അതായത് മീൻസ് എനിക്ക് സ്ഥലത്തിന്റെ പേര് ഒലക്കയരുവി എന്ന സ്ഥലത്തിന്റെ പേര്, അത് ബുധപ്പാണ്ടി വഴി പോകുന്ന സ്ഥലം. ആ പീരീഡിൽ വന്ന് ചേർന്ന ഒരു പുതിയ പേര് ഞങ്ങളുടെ അടുത്ത് വരട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ സാറിന് ആ സമയത്ത് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നല്ല, ഇയാൾ ബാക്കിൽ നടന്ന് ചോദിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് ഞങ്ങളൊരു 22-23 പേരുണ്ടായിരുന്നു. ഒരു ടെമ്പോയിൽ പോയി അവിടെ പോയി വൈകുന്നേരമായി. അവിടെ എല്ലാവരും ഞങ്ങൾ കുളിക്കുകയും ആഹാരം പാചകം ചെയ്യുക, നല്ലൊരു പാറക്കെട്ടൊക്കെ അന്തരീക്ഷം. കുറേ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ബാഗ് മാത്രം ഇരിപ്പുണ്ട്. അത് ആരെന്ന് അറിയത്തില്ല. ഇത് ആരത് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ബസ്സിൽ അടുത്തിരുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ഓർമ്മിക്കാൻ പറഞ്ഞു. അപ്പോഴൊരു പയ്യൻ പറഞ്ഞു, രാജു എന്ന് പറഞ്ഞ പയ്യനെ കാണാനില്ല. കാരണം പുള്ളിക്കാരൻ ഞങ്ങൾ ക്ലാസ്സിൽ ഒരു മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോൾ ആർക്കും അങ്ങോട്ടോട്ട് പരിചയമില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫേസ് പോലും ആർക്കും നേരെ ഓർമ്മയില്ല. പുള്ളിക്കാരനെയാണ് മിസ്സായത്. അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെല്ലാവരും ആരാണ് എല്ലാവരും എണ്ണമൊക്കെ എടുത്തപ്പോൾ ഒരാൾ മിസ്സിംഗ് ആണ്. അത് ആരാണെന്ന് പെട്ടെന്ന് കിട്ടിയില്ല. പിന്നെ നോക്കിയപ്പോൾ മറ്റേ രാജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാണാനില്ലാത്തത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളാകെ എല്ലാവരും അവിടെ അന്വേഷണം തുടങ്ങി. ആ രാത്രി അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങി. കാടാണ്. ഏകദേശം 2 കിലോമീറ്റർ 2 മണിക്കൂറോളം നമ്മൾ നടന്നാണ് അവിടെ എത്തിയത്. അപ്പോൾ തിരിച്ചതേപോലെ വരികയും വേണം. അപ്പം കുറച്ച് നല്ല ഇരുട്ടി തുടങ്ങി. അത്യാവശ്യം അവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചു, പുള്ളിയുടെ പേരൊക്കെ വിളിച്ച് നടന്നു. പക്ഷേ ഒരനക്കവും ഇല്ല. അപ്പോൾ ആരോ പറഞ്ഞു, ചിലപ്പോൾ പുള്ളി നേരത്തെ താഴെ പോയി കാണും, ബസ്സിൽ പോയി ഇരിക്കും, നിങ്ങൾ ബസ്സിൽ പോയി നോക്കി, ചിലപ്പോൾ പുള്ളി നേരത്തെ താഴോട്ട് പോയി കാണുമെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കാടിറങ്ങി താഴെ വന്ന് ബസ്സിൽ വന്ന് നോക്കിയപ്പോൾ ബസ്സിലും ഇല്ല. അതോടുകൂടി അത് മൂടൗട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇയാൾ നമ്മുടെ പോയ ട്രാവലർ കാണുമെന്ന് പറഞ്ഞ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഒറ്റയ്ക്ക് ഒരാൾക്ക് വരാൻ ഒക്കത്തില്ല. 2 മണിക്കൂറിന് ഈ കാട്ടിൽ കൂടെ ഇറങ്ങിയെന്ന് ആരും വന്നിരിക്കരുതെന്ന് അറിയാം, എന്നാലും ഒരു പ്രതീക്ഷ. അതിനുശേഷം വന്നിട്ട് നമ്മൾ അവിടെ നോക്കി, കിട്ടിയില്ല. ശരി, നേരെ വന്നു, വണ്ടിയിൽ നോക്കി, വണ്ടിയിലും ഇല്ല. അപ്പോൾ ഈ വണ്ടി നമ്മൾ പോകുന്ന ഭാഗത്തിന് എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് ആ സിനിമയെ കടകൾ തന്നെ ഒരു 1-2 കടകളുണ്ട്. നമ്മൾ ആ കടയുടെ അവിടെ കൊണ്ട് നമ്മുടെ വാഹനം നിർത്തിയ ശേഷം ഒരു ബ്രിഡ്ജിൽ കുറച്ച് മുട്ടുവരെ വെള്ളത്തിൽ ഇറങ്ങി മല കയറിയാണ് നമ്മൾ ഒറിജിനൽ സ്ഥലത്ത് പോകുന്നത്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലവും ഒലക്ക പോലെ വെള്ളം വീഴുന്ന ഒരു സ്ഥലമാണ് ഒലക്കരുവി എന്ന് പേര് കിട്ടിയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഒരാൾ ചോദിച്ചു, എന്തു പറ്റി? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു പയ്യൻ ഇങ്ങോട്ട് വന്നായിരുന്നു, ഞങ്ങൾ കണ്ടില്ല, എന്തു പറ്റിയെന്ന്. ഒരാളെ കാണാനില്ല. പറഞ്ഞു, അത് സൂക്ഷിക്കണം, നിങ്ങളത് പോലീസ് കംപ്ലൈൻറ്റ് വെക്കത്തുള്ളൂ. ഇവിടെ ആൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേഷനിൽ പോയി പറഞ്ഞു കേൾക്കുള്ളൂ. സ്റ്റേഷൻ അവിടെ അല്ല, സ്റ്റേഷൻ നമ്മൾ ഇങ്ങ് വരണം.
ആകെ ബുദ്ധിമുട്ടായി. കാര്യം ഒന്നോ രണ്ടോ പേര് ഭയന്ന് ടെൻഷൻ താങ്ങാൻ വയ്യാതെ അവര് ജംഗ്ഷൻ തൊട്ട് അവർ ടാക്സി പിടിച്ച് നാട്ടിൽ പോയി. കാരണം അവർക്ക് അത്രയും അടുത്ത ദിവസം വരെ അവർക്ക് നിൽക്കാൻ വയ്യ. ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു എന്താ കാര്യം? സാർ ഒരാളെ മിസ്സായി വലക്കരിയുടെ മേളിൽ വെച്ചാണ്, നാളെ ബോഡി കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അഡ്രസ്സ് എഴുതി വാങ്ങിച്ചു. അപ്പം പലരും ഭയന്നു. എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ കുറച്ച് മുതിർന്ന ഒരു 4-5 പേരും ബാക്കിയുള്ളവരൊക്കെ അങ്ങ് സൈലൻ്റായി, വല്ലാതായി. അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് രാത്രി ഇവിടെ തിരിച്ചു വരേണ്ടവരാ. അടുത്ത ദിവസം ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട് തിരുവനന്തപുരത്ത്, ഒരു ബാങ്കിന്റെ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിന്റെ അവരെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു അവസ്ഥപ്പെട്ട് നിൽക്കുകയാണ്, എത്ര മണിക്ക് തിരിച്ചെത്തും എന്നറിയില്ല, എന്നാലും നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ പ്രോഗ്രാം ചെയ്യാന്നുള്ള രീതിയിൽ വിളിച്ച് പറഞ്ഞ് അവരെ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞ ഇതാണ്, നിങ്ങൾ രാവിലെ ഒന്നും കൂടെ മേളിൽ പോകണം, പോയി നിങ്ങൾ ഒന്നും കൂടെ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് ബോഡി വല്ലതും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ കൊണ്ട് കാണിച്ചാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ അവിടെ അറസ്റ്റിലായതുപോലെ ആയിരുന്നു. നമ്മളൊന്ന് രാത്രി വണ്ടിയിലാണ് കിടന്നുറങ്ങിയത്. വള്ളിയൂർ ബസ് സ്റ്റാൻഡാണ്. അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നമ്മൾ വണ്ടി എടുത്ത് അവിടെ എല്ലാവരും കിടന്നുറങ്ങിയിട്ട് രാവിലെ തിരിച്ച് വീണ്ടും ഈ ഒലക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എത്തിയിട്ട് രാവിലെ ഒരു 6 മണിയായപ്പോൾ അവിടെ എത്തി. ഞങ്ങൾ കുറച്ച് പേര്, എല്ലാവരും കയറിയില്ല, കുറച്ച് പേര് വണ്ടി തന്നെ ഇരുന്നു. കുറച്ച് പേര് ആരോഗ്യ അത്യാവശ്യം ഉള്ളവരെല്ലാവരും മേളിൽ കയറി പോകുന്ന വഴിക്കെല്ലാം ഈ രാജുവിന്റെ പേര് വിളിച്ചിട്ട് പോകും. രാജു എന്ന് വിളിക്കുന്നു. ഒരിടത്തൊന്നും അനക്കമില്ല. നമ്മളിങ്ങനെ കുറച്ച് നേരം ശ്രദ്ധിക്കും, അനക്കമില്ല. പിന്നെയും കയറും. അവസാനം പഴയ നമ്മളെ സ്പോട്ടിലെത്തി, ഏറ്റവും ടോപ്പിലെ സ്പോട്ടിലെത്തി. അവിടെയൊക്കെ നോക്കി. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാണിക്കാരൻ എന്ന് പറയുന്ന ഒരാളെ കിട്ടി. അവിടുത്തെ തേനൊക്കെ ശേഖരിക്കാൻ പോകുന്ന ഒരാളെ. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അത് ഇവിടെ കുറെ വേറെ വഴികളൊക്കെ ഉണ്ട്, ഇതുവഴി ആ മേളിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങാനൊക്കെ വഴിയുണ്ട്, ചിലപ്പോൾ ഇനി പുള്ളി വഴിതെറ്റി വല്ലതും പോയതാണോ. അപ്പം ഈ പുള്ളിയും കൂടെ നമ്മളെ സപ്പോർട്ടിന് വന്നത്. അതിന് മുന്നേ ഞങ്ങൾ താഴെ എത്തിയപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു വിഷമകരമായ ഒരു സംഭവം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ സെർച്ച് ചെയ്യാൻ വന്ന സമയത്ത് താഴത്തെ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ രാത്രി പയ്യന്റെ വിളി വല്ലതും അങ്ങനെ വല്ലതും കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വിളി രാത്രി കേട്ടു, ഒരു കരടിയുടെ ശബ്ദവും കേട്ടു. അതോടെ നമ്മൾ ഇത് പോയി. പക്ഷെ വേറൊരു സൈക്കിളിൽ പോയി എനിക്കൊന്ന് അവിടുത്തെ വാച്ചർമാരുണ്ട്, ഈ എസ്റ്റേറ്റ് വാച്ചർമാർ. ഒരാള് സൈക്കിൾ നിർത്തിയിട്ട് എൻ്റെ സംസാരിച്ച പറഞ്ഞത്, രാത്രി മുഴുക്ക കാട്ടിനകത്തൊരു കരച്ചില് കേട്ടു, കുറേ നേരം കരച്ചില് കേട്ടു. അപ്പോൾ ആകെ വിഷമമായിപ്പോ നമുക്ക്. കാരണം എന്താ വെച്ചാല് ഞാനങ്ങ് വിഷമിച്ചു. ഒറ്റയ്ക്ക് മനസ്സിലാക്കണം, ഒരു അങ്ങനത്തെ ഒരു കാടാ, പാമ്പും എല്ലാം ഉള്ളൊരു കാടാ, അല്ലാത്തൊരു കാടാ. അതിനകത്ത് അയാൾ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഒരു തോർത്ത് മാത്രമേ അയാൾ ഉടുത്തിട്ടുള്ളൂ. ബാക്കി ഡ്രസ്സെല്ലാം ബാഗിനകത്ത്. ഒറ്റ തോർത്ത് ഉടുത്ത് ആരും ഇല്ലാതെ കൂടെ ഒരു കാട്ടിനകത്ത് മലയുടെ മുകളിൽ ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് ഒരു പയ്യൻ, അതും ചെറുപ്പം, അവൻ കിടക്കുക എന്ന് പറഞ്ഞാൽ 20 വയസ്സിന് താഴെയുള്ളൂ, 18 വയസ്സ്. ചിന്തിക്കാനൊക്കാത്ത ഫീലാണ് നമുക്ക് പോലും. ഇത്ര എന്താ പറയുക, ഇതായിട്ട് പോലും നമുക്കത് ആലോചിക്കുമ്പോഴേ ഭയം തോന്നുന്നു. അങ്ങനെയായിരുന്നു അത്. പിന്നെ ഇപ്പൊ അന്ന് ഞാൻ കയറിയില്ല, എന്റെ കാല ആക്സിഡന്റ് ശേഷമായിരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ ഏറ്റവും ടോപ്പിലെത്തി നിന്ന സ്ഥലത്ത്. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു വഴി കണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്താണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. അപ്പം ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വേറൊരു വഴി കിടക്കുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ അത് ചെന്ന് വീഴുന്നത് വലിയൊരു അഗാധമായ ഒരു കുഴിയിലാണ് അത് എൻഡ് ചെയ്യണത്. ഈ പുള്ളി അങ്ങോട്ട് പോയോ എന്ന് സംശയമായി എല്ലാവർക്കും. കാരണം അത് കണ്ടാൽ ഒരു വഴിയായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കാണിക്കാരൻ പറഞ്ഞ് പോകാൻ നമുക്ക് കറങ്ങി അതുവഴി നോക്കേണ്ടി ഈ പുള്ളിയുടെ കൂടെ ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇറങ്ങി. നമ്മൾ കയറിയ സ്ഥലത്തൊന്നല്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പോകാം. അയാളത് മുള്ളും ചെറിയ അരുവി പോലത്തെ സ്ഥലങ്ങളും കാടും ആകെ ഒരു അലമ്പ് ഏരിയ ആയിരുന്നു അത്. അതുവഴി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവരുടെ പേര്. ഒരു ഏരിയയിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ രാജു എന്ന് വിളിച്ചപ്പോൾ ദൂരെ നിന്ന് ആരോ എന്നൊരു സൗണ്ടിൽ റെസ്പോണ്ട് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് എനർജി ആയി. നമ്മളെല്ലാവരും വീണ്ടും വിളിച്ചപ്പോൾ തിരിച്ച് ദൂരെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ ഓടി നമ്മൾ ഓടാൻ തുടങ്ങി. ഓടി മുന്നോട്ട് ഓടി കുറേ ദൂരം, കുറേ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെയൊക്കെ അപ്പുറത്തെത്തി. ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു മരത്തിന്റെ കീഴെ 2 പേര് നിൽപ്പുണ്ട്. ഒരു ലേഡി, ഒരു ആണ്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുക ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഓടി, നമ്മൾ രാജു എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുക അവർ. ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി ചെന്നത്. നേരം വെളുത്തു, കുറച്ച് 8 മണി 9 മണിയൊക്കെ ആയി. ഞങ്ങൾ നേരെ ചെന്നപ്പോഴത്തേക്ക് ഒരു മരത്തിന്റെ താഴെ ഈ പറഞ്ഞ രാജു ഇങ്ങനെ ചാരി ഇരിപ്പുണ്ട്. നമ്മളെ കണ്ടത് ചേട്ടന്മാരെ എന്നെ കൊണ്ട് വിളി കരച്ചിലൊക്കെ തുടങ്ങി. ഞങ്ങളും അതേപോലെ മാറി നിന്ന് കരയാൻ തുടങ്ങി. കാരണം അവനെ കിട്ടിയതിന്റെ സന്തോഷത്തിന് ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഇമോഷനായി. അപ്പോഴത്തേക്ക് അവർ പറയാം, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവൻ കാര്യം പറയുന്നത്. അവൻ ആ വഴിതെറ്റിയെ പോയി അതേ സ്ഥലത്തൂടെ പാസ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ സ്ലിപ്പ് ചെയ്ത് ആ നേരെ കുഴി പോയി വീണു. ചെന്ന് വീണതും അവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗം പോയിട്ട് അവിടെ ഒരു പാറയിൽ വെള്ളം ഉണ്ടായിരുന്നു അടിയിൽ. അതിൻ്റെ അടിയിൽ കൂടെ പോയി ഒരു പാറയിൽ ഇടിച്ച് ഇവൻ പെട്ടെന്ന് ബോധം പോയി. അവൻ അവിടെ അങ്ങ് കിടന്നു. അപ്പം ഞങ്ങൾ ഇവിടെ കിടന്ന് ഇവനെ അന്വേഷിക്കുന്ന സമയത്ത് ആക്ച്വലി താഴെ ബോധമില്ലാതെ അവൻ കിടക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ നേരെ നോക്കിയാൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥലം. അവിടെ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് നേരം വെളുത്ത് ഏകദേശം 12 മണിയൊക്കെ കണ്ടായപ്പോഴാണ് ഇവന് ബോധം വീണത് രാത്രി.
അപ്പോഴാണ് അവൻ കിടന്ന് നിലവിളിച്ചത് അവിടെ കിടന്നു. നേരത്തെ ആ പുള്ളിക്കാരൻ പറഞ്ഞ നിലവിളി കേട്ടത് അവന് ബോധമാണ്. അവൻ അവിടെ നിന്ന് എഴഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മളിപ്പോൾ പോയ വഴി കൂടെ അവൻ എഴഞ്ഞ് എങ്ങനെയോ ആ മരത്തിന്റെ അവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് രാവിലെ ഈ ഒരു 6 മണി 5 മണി എന്തോ സമയത്ത് അവിടെ എത്തി തോന്നുന്നു. അവിടെ അവൻ ബോധം പോയി കിടന്നപ്പോഴാണ് രാവിലെ വിറക് പുറക്കാനൊക്കെ വന്ന തേൻ ശേഖരിക്കാനൊക്കെ വരുന്ന ആൾക്കാർ വന്നപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലായി ഇങ്ങനെ തലേദിവസം അവിടെ റിപ്പോർട്ടായി, അവിടെ മൊത്തം അറിഞ്ഞു ഒരു പയ്യൻ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ അവർ ഇതാണെന്ന് മനസ്സിലാക്കി അവനോട് പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ ആരെങ്കിലും തേടി വരും, പേടിക്കണ്ട, അവരിവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല എന്ന് അവനെ സമാധാനിപ്പിച്ച് ഇരുത്തിയിട്ട് അവരവിടെ വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്കാരനെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ കണ്ണൊക്കെ നിറഞ്ഞ് കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളീനെ നമ്മുടെ രാജുവിനെ താഴെ എത്തിക്കുന്നതായിരുന്നു വലിയ ടാസ്ക്. അതിനുവേണ്ടി ഓരോരുത്തരായിട്ട് തോളിൽ കയറ്റിയിട്ട് കുറച്ച് ദൂരം നടക്കും. അപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാതെ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത ആളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം കാട് മൊത്തം കുത്തിറക്കമായിരുന്നു. അങ്ങനെ ഇറങ്ങി അവസാനം താഴെ എത്തി. ഞങ്ങൾ ആ ബസ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പുള്ളിക്കാരനെ കൊണ്ട് എത്തിച്ചു. നമ്മൾ അവനെ കൊണ്ട് വരുന്ന കണ്ട ദിവസം ബസ്സിനകത്തൊക്കെ ഭയങ്കര ആഹ്ലാദമായിരുന്നു, കിട്ടിയതിൻ്റെ സന്തോഷം. അത്രയും ടെൻഷനായിരുന്നു. ബസ്സിനകത്ത് കൊണ്ട് നേരെ ബാക്ക് സീറ്റിൽ കൊണ്ട് കിടത്തി. അവിടെ അപ്പോഴത്തേക്ക് താഴെ ചേട്ടൻ മാസ്റ്റർക്ക് താഴെ ഉണ്ടായിരുന്നു എല്ലാവരും. ഞങ്ങള് താഴെ ഇരുന്ന് കൊണ്ടുവന്നു. അങ്ങനെ ഇവര് താഴെ കൊണ്ടുവന്ന് ഞങ്ങളെ വണ്ടിയിൽ കയറ്റി നേരെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചു. സമാധാനമായി, ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ തോളിലിരിക്കുക, ഓരോരുത്തരുടെ തോളിൽ അദ്ദേഹം ഇരിക്കുന്ന പയ്യനിരിക്കുന്നത് ഇരുന്ന് കാണിച്ചു, എഴുതി കൊടുത്തു, സൈൻ ചെയ്തു. ഞങ്ങൾ നേരെ പ്രോഗ്രാം സ്ഥലത്ത് വിളിച്ചു പറഞ്ഞു. പ്രോഗ്രാം പോയി ചെയ്യുകയും ചെയ്തു. ടെൻഷനോടാണെങ്കിലും അന്ന് കുറേ കാലങ്ങൾക്ക് മുന്നെയാണ്. അതിൽ ഏറ്റവും വലിയ അവസാനം കോമഡി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞൊരു 8 മാസം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അന്ന് ത്രിവേണി കൊണ്ടുപോയുള്ള കാലൊക്കെ ശരിയാക്കിച്ചത്. ഉപ്പൂറ്റിയൊക്കെ അങ്ങ് വെള്ളം പോലെ ആയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലായിരുന്നു. ഒരു 5-8 ഒരു വർഷത്തിനകത്തായെന്ന് തോന്നുന്നു. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താഴെ നിൽക്കുന്നു. സൈക്കിളിൽ ഈ പയ്യൻ വന്നു ഞങ്ങൾ നോക്കി, ഞമ്മുണ്ടാതെ നിന്നു. സൈക്കിൾ കാലൂന്നിട്ട്, മാഷെ നമുക്ക് അടുത്ത് എപ്പോഴാണ് ടൂറെല്ലാം പോകാൻ പ്ലാനിങ് വല്ലതും ഉണ്ടാകുന്നു. ഞാനിങ്ങനെ നോക്കി, ചീത്ത വിളിക്കണോ കരയണോ ചിരിക്കണോ എന്നൊരു പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ നോക്കി ഓർഡറാന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. പിന്നെ ശേഷം വന്നിട്ടില്ല പുള്ളി. അത് നമ്മുടെ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീൽ നടന്നൊരു സമയമായിരുന്നു. പക്ഷെ അന്ന് മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് അത് ഓർത്തു. ആ സിനിമ വന്ന സമയത്ത് സെക്കൻഡ് ഡേ മുതൽ നമുക്ക് കോൾ വന്നു. അന്ന് വന്ന 20 പേരും വിളിച്ചു പറഞ്ഞു, പക്ഷേ നമ്മുടെ സ്റ്റോറി പോലെയല്ലേ, നമ്മുടെ ഒരാളിന്റെ കഥ പോലെയല്ലേ, നമുക്ക് പറ്റിയതല്ലേ എന്നും ഒലക്കേരി. അന്നും ആ ഫോട്ടോ ഞങ്ങളെടുത്ത ഫോട്ടോ ഇപ്പോഴേക്ക് കൊണ്ട് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ.